ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണെന്ന് സംഘപരിവാറിനെ കൊള്ളിച്ച് പരാമർശം നടത്തുന്നു. മറുവശത്ത് ഇടത് നേതാക്കളെ വാഴ്ത്തുന്ന തിരുവാതിര പാട്ടുമായി CPM-നെയും രൂക്ഷമായി പരിഹസിക്കുന്നു. പാരമ്പര്യത്തിന്റെ തണലിൽ ഊറ്റം കൊള്ളുന്ന വർഗീയതയുമായി കൈകോർക്കുന്ന നേതാക്കളെ വിമർശിച്ച് കോൺഗ്രസിനും കണക്കിന് കൊടുക്കുന്നു. എന്തായാലും എമ്പുരാന്റെ രാഷ്ട്രീയം മലയാളികൾക്കിടയിൽ സജീവ ചർച്ചയാവുകയാണ്. റിലീസ് ചെയ്ത ദിവസം തന്നെ എമ്പുരാനെ ചൊല്ലിയുള്ള ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിലുള്ള സൈബർ പോര് തുടങ്ങിയിരുന്നു. സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയാണ് ആദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബഡ്ജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്ന പോസ്റ്റായിരുന്നു മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂർ, പൃഥ്വിരാജ്, മുരളി ഗോപി ഒന്നിച്ചുള്ള ചിത്രമിട്ട് ബിനീഷ് പങ്കുവച്ച പോസ്റ്റ്. ഇതിനു പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും തുടങ്ങി. BJP നേതാക്കളെ അപമാനിക്കുന്നുവെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുള്ളതെന്നും തീവ്രവാദത്തെ അനുകൂലിക്കുന്ന സിനിമയാണെന്നും ഒക്കെയായിരുന്നു പ്രധാനമായും BJP അനുകൂലികളുടെ ആരോപണം. ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ അഥവാ ക്യാൻസൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഷപ്രകടനം. അതേസമയം ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കാമെന്നായിരുന്നു BJP സംസ്ഥാന സെക്രട്ടറി MD രമേശിന്റെ പ്രതികരണം. സിനിമയെ കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു. എമ്പുരാൻ കാണണമല്ലോ എന്നായിരുന്നു മുൻ BJP നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ മുഖവുമായ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാണേണ്ടതാണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയും കുറിപ്പ് പങ്കുവച്ചു. വ്യാഴാഴ്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സാമൂഹിക മാധ്യമത്തിലൂടെ ചിത്രത്തിന് ആശംസകൾ നേർന്നിരുന്നു. വരും ദിനങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം ഷെയർ ചെയ്ത പോസ്റ്റ്. എന്നാൽ വിവാദം ഉയർന്നതോടെ ഇതിന് കീഴിൽ CPM അനുകൂലികൾ പരിഹാസ കമന്റുകളും ഇടുന്നുണ്ട്. എന്തായാലും സംഘപരിവാർ പ്രൊഫൈലുകളിൽ പൃഥ്വിരാജിനെ പരിഹസിച്ചുകൊണ്ട് സിനിമയെ ഇകഴ്ത്തുന്ന വിധം പ്രചാരണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മറുഭാഗത്ത് പൃഥ്വിരാജ് വിപ്ലവകാരിയാണ്, നട്ടലുള്ളവരാണ്, മോദി സർക്കാർ അധികാരത്തിലെത്തിയത് നരഹത്യ നടത്തിയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം അത് അഭിനന്ദിക്കേണ്ടതാണ് തുടങ്ങിയ പോസ്റ്റുകളുമായി ഇടതനുകൂലികളും രംഗത്തുണ്ട്. സത്യത്തിൽ സിനിമയെ ചൊല്ലി, സിനിമയുടെ ഈ ഒരു രാഷ്ട്രീയവും അതിൻ്റെ ആശയത്തെ ചൊല്ലിയും ഒക്കെ BJPക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതൊരു വലിയ സത്യം തന്നെയാണ്, അത് പറയേണ്ടതുമാണ്. പക്ഷേ പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു, അതുപോലെ തന്നെ മോഹൻലാലിനെ കാണിച്ച സ്ക്രിപ്റ്റ് അല്ല സിനിമയിൽ ഉള്ളത് തുടങ്ങിയ വിമർശനങ്ങളും മറ്റൊരു ഭാഗത്തുണ്ട്. നിരവധി പേർ സിനിമയുടെ റിസർവേഷൻ ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് ഫേസ്ബുക്കിലും മറ്റ് നവമാധ്യമങ്ങളിലും പങ്കുവെക്കുന്നത്. പ്രീ ബുക്കിങ്ങിന് ശേഷം സിനിമയുടെ ഹൈപ്പ് അവസാനിച്ചുവെന്ന് പറയുന്നവരും ഒട്ടും കുറവല്ല. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ എമ്പുരാൻ ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് സിനിമയെ ചൊല്ലി പുതുതായി ഉയർന്നു വരുന്നത്. ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം സാത്താൻ അല്ലെങ്കിൽ പിശാച് എന്നൊക്കെയാണ്. അത്തരത്തിൽ സാത്താനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് തമ്പുരാനെ ഇകഴ്ത്തുന്ന ഒരു രീതി സിനിമയിലുണ്ടെന്നും അതിന് ക്രൈസ്തവരുടെ പ്രാർത്ഥനകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന വാദവും ശക്തമാണ്. സാത്താൻ സേവയടക്കം പ്രോത്സാഹിപ്പിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നതാണ് സിനിമയെന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ വ്യാപിക്കുന്നുണ്ട്. ആ വോയിസ് ക്ലിപ്പ് ആദ്യമൊന്ന് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ട് ഇടാനുള്ളൊരു കാരണം. ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു വന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ്. അതായത്, എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ വലിയ കുരിശുവരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവര സ്വന്തമായിട്ടുള്ളത്.
തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത്. ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത്: എൻ ഏഞ്ചൽ ഹു ഇസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ്. അത് സാത്താനാണെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറിപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദ ഡെവിൾ ദർ ഇസ് നോ വേ ബാക്ക്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു, പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന്. ട്രെയിലറിന്റെ തന്നെ അടിക്കുറിപ്പായി വേറൊന്ന് കണ്ടു: റിമെമ്പർ ഇറ്റ് ഈസ് യു ഹു സമ്മൺ ദ ഡെവിൾ അറ്റ് ദിസ് അവർ. എന്താണ് ഇതിനർത്ഥം? ഈ മണിക്കൂറിൽ ഓർക്കുക, നിങ്ങളാണ് പിശാചിനെ വിളിച്ച് വരുത്തുന്നത്. ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കേട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ്. ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12 പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ഈ മണിക്കൂർ? ക്രിസ്തു ആത്മാവിൽ നെടുവേർപ്പിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പെസഹ കുഞ്ഞാടായി ഈശോ ഈ മണിക്കൂറിലാണ് പെസഹ പൂർത്തിയാക്കിയത്, കുരിശിൽ വെച്ച് ആ പെസഹ പൂർത്തിയാക്കിയത്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക്, യോഹന്നാൻ ശ്ലീഹായ്ക്ക്, പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത്. അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു. ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനാണ്? നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെ കേരളത്തിലെന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം. ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ തമ്പുരാൻ. ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചനപരത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാത്തിനും ഉപരി എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശുവര പല പ്രാവശ്യം ചെയ്യുക. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ട്രെയിലർ കണ്ട സമയം മുതൽ തന്നെ ഉയർന്ന ഈ വിവാദം ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ വീണ്ടും വിവാദമാവുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായ പ്രാർത്ഥനകൾ സിനിമയിൽ തെറ്റായി ഉപയോഗിക്കുന്നുവെന്ന വിമർശനമാണ് അതിലേറ്റവും ശക്തം. നിങ്ങളൊരിക്കൽ സാത്താനുമായി അല്ലെങ്കിൽ ഡെവിളുമായി ഒരു ഡീൽ ഉണ്ടാക്കിയാൽ പിന്നീട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല എന്ന ഡയലോഗുമടക്കം സാത്താന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് എന്നുള്ള വാദങ്ങളുമുണ്ട്. കുറച്ചു മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ആരും തിരിച്ചറിയാത്ത ഒരു വാക്കാണ് എമ്പുരാൻ. ആ ഒരു വാക്കിൻ്റെ അർത്ഥം, അതായത് തമ്പുരാൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള ഒരു അസ്തിത്വമാണ് ഇതെന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥമായി പറയുന്നത്. മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ഗോഡ്, ദ ഓവർലോഡ് എന്നതാണ് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം. എന്തായാലും അത്തരത്തിൽ വിവാദങ്ങളും ട്രോളുകളുമായി എമ്പുരാൻ നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ വ്യാജ പതിപ്പ് അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സൈബർ പോലീസും പറയുന്നു. ചില വെബ്സൈറ്റുകളിൽ പ്രചരിച്ച സിനിമയുടെ ചില ഭാഗങ്ങൾ പോലീസ് ഇതിനോടകം നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇവ ഡൗൺലോഡ് ചെയ്തവർക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടാകും. പരാതി ലഭിച്ചാൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സൈബർ SP അങ്കിത് അശോക് പറഞ്ഞു. വ്യാജ പതിപ്പുകൾ പ്രചരിക്കുന്ന സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയെന്നും SP അറിയിച്ചു. ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിൽ അണിയറ പ്രവർത്തകരും വലിയ ആശങ്കയിലാണ്. അണിയറ പ്രവർത്തകരുടെ ഈ ഒരു പരാതിയിലാണ് പോലീസ് ഈ ഒരു നടപടികൾ ശക്തമാക്കിയത്. വളരെ കാലം മുൻപ് നടന്ന ഗുജറാത്ത് കലാപത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ പേര് വരെ ഉപയോഗിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യാൻ മുരളി ഗോപിക്കും പൃഥ്വിരാജിനും ഉണ്ടായ ധൈര്യത്തെ അഭിനന്ദിക്കുന്നുവെന്നാണ്
സിനിമ കണ്ടിറങ്ങിയ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. ദേശീയ അന്വേഷണ ഏജൻസികൾ വരെ ചിലരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നതും സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്നതും അടക്കം വളരെ ധൈര്യപൂർവ്വം തുറന്നു പറഞ്ഞ എമ്പുരാൻ വളരെ ശക്തമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നതെന്നും രാഹുൽ ഈശ്വർ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ പറ്റിയും മേക്കിങ്ങിനെ പറ്റിയുമൊക്കെ ഗംഭീര അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത്. മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യ ഐമാക്സ് ചിത്രം മികച്ച വിഷ്വൽ എക്സ്പീരിയൻസ് തരുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. റിലീസിന് മുൻപേ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ 50 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യ മലയാള ചിത്രമായി എമ്പുരാൻ മാറിയിരുന്നു. ഇപ്പോൾ ഓപ്പണിംഗ് ദിനത്തിൽ 22 കോടി രൂപ ചിത്രം നേടി എന്നതാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. മലയാളം പതിപ്പ് 19.45 കോടി കളക്ട് ചെയ്തെന്നും തെലുങ്ക് പതിപ്പ് 1.2 കോടിയും തമിഴ് 80 ലക്ഷവും നേടി എന്നാണ് കണക്കുകൾ. എന്തായാലും വിവാദങ്ങൾക്കിടയിലും എമ്പുരാൻ ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.